നമസ്കാരം. ന്യൂസ് 18 കേരളത്തിന്റെ ഇന്നത്തെ വാർത്താ ദിനം ആരംഭിച്ചത് ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിലാണ്. ഇങ്ങനെയൊരു വാർത്താ അനുഭവം പ്രേക്ഷകർക്ക് ആദ്യമായിട്ടായിരിക്കും. അവതാരകർ എന്ന നിലയിൽ എനിക്കും ഇത് ആദ്യത്തെ അനുഭവമാണ്. അതിന് കാരണം എന്താണ് എന്ന് പറയേണ്ടതില്ല. നമ്മുടെ രാജ്യത്തെ ഹൈന്ദവ വിശ്വാസികളുടെ പതിറ്റാണ്ടുകളായുള്ള കാത്തിരിപ്പിന് ഇന്ന് വിരാമമാവുകയാണ്. അതായത് ശ്രീരാമ ജന്മഭൂമി എന്ന് വിശ്വസിക്കുന്ന അയോധ്യയിലെ പുതിയ ക്ഷേത്രത്തിന്റെ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങാണ് ഇന്ന് 12:20 നടക്കാൻ പോകുന്നത്. നമുക്ക് ഭാഗ്യലക്ഷ്മി ഗുരുവായൂരും സംഘമാണ് നമുക്ക്. അതെ, തീർച്ചയായും ഇത്രയും മനോഹരമായ ഒരു തുടക്കം. ഞാൻ ആലോചിച്ചത് ഈ ഭാഗ്യലക്ഷ്മിയുടെ ഗാനത്തോടൊപ്പം നമ്മുടെ ദൃശ്യങ്ങളിൽ അയോധ്യയിൽ നിന്നുള്ള ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു. PCR നിന്ന് അങ്ങനെയാണ് സ്വിച്ച് ചെയ്തത്. ത്യാഗരാജ സ്വാമികളുടെ പഞ്ചരത്നം കീർത്തനങ്ങളിലെ ആദ്യ കീർത്തനമാണ് നമ്മൾ. അങ്ങനെ ഒരു പ്രഭാതം ആരംഭിക്കുകയാണ്. ഇത് അപ്പോൾ നമ്മൾ പ്രഭാതം മിഴിതുറക്കുന്നത് ചരിത്രത്തിലാണ്. അയോധ്യയിൽ രാമന് ഒരു ക്ഷേത്രം ഉണ്ടാവുകയാണ്. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പ്, നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പ് അവസാനിക്കുന്ന ദിവസമാണ് ഈ ദിവസം. ചരിത്രത്തിലേക്കാണ്. ഞാൻ ഈ സ്റ്റുഡിയോയിൽ നിൽക്കുമ്പോൾ തന്നെ ഈ സംഗീതവും അവിടുത്തെ ദൃശ്യങ്ങളും കാണുമ്പോൾ തന്നെ നമുക്കുണ്ടാകുന്ന ഒരു മാനസികമായ എനർജി, അങ്ങനെ തന്നെയാണ് അതിന് ഒരു പോസിറ്റീവ് എനർജി. അപ്പോൾ നമ്മുടെ പ്രതിനിധികൾ അവിടെയുണ്ട്. അതായത് രഞ്ജിത്തുണ്ട്, അതോടൊപ്പം തന്നെ പ്രശാന്ത് ഉണ്ട്. അവരൊക്കെ എത്രത്തോളം ആവേശത്തിലാണ്, അവിടെയുള്ള ജനങ്ങൾ എത്രത്തോളം ആവേശത്തിലാണ്. 7 ദിവസമായി അവിടെ ചടങ്ങുകൾ ആരംഭിച്ചിട്ട്, ഈ പ്രാണപ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ടുള്ള അനുഷ്ഠാനങ്ങൾ ആരംഭിച്ചിട്ട് 7 ദിവസമായി. ആ ദിവസങ്ങളിൽ അയോധ്യ ഉറങ്ങിയിട്ടില്ല. അയോധ്യ കണ്ണു തുറന്നിരിക്കുകയാണ്. 24 മണിക്കൂറും കണ്ണു തുറന്നിരിക്കുകയാണ് അയോധ്യാപുരിയിലെ ജനങ്ങൾ. നമുക്ക് ഈ ഇത്രയും മനോഹരമായ ഗാനം നമുക്ക് വേണ്ടി സമ്മാനിച്ചവരെ അവരെ ഒന്ന് പരിചയപ്പെടുത്തണ്ടേ? ആദ്യം പരിചയപ്പെടുത്തേണ്ടത് ഈ ഗാനം ആലപിച്ചുകൊണ്ടിരിക്കുന്നത്, കീർത്തനങ്ങൾ ആലപിച്ചുകൊണ്ടിരിക്കുന്നത് ഭാഗ്യലക്ഷ്മി ഗുരുവായൂർ ആണ്. പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഈ കലാകാരന്മാർ ഞങ്ങളോടൊപ്പം പൂർണ്ണമായും ഉണ്ടാകും. ഈ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ് പൂർത്തിയാകുന്നതുവരെ, അതിനുശേഷവും ഇന്നത്തെ ദിനത്തിൽ ഈ വാർത്തകളിൽ നിന്ന് വ്യത്യസ്തമായി ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമുക്ക് ഒപ്പം ഉണ്ടായിരുന്നത് സുരേഷ് നമ്പൂതിരിയാണ്. അതെ, ഒപ്പം മൃദംഗം രാംജയ് ആണ് മൃദംഗം. ഈ 3 പേർ ചേർന്നുകൊണ്ടാണ് ഇത്രയും മനോഹരമായ ഒരു തുടക്കം നമുക്ക് സമ്മാനിച്ചിരിക്കുന്നത്. അതെ, അതോടൊപ്പം നമ്മുടെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടത് പതിറ്റാണ്ടുകൾ നീണ്ട ഈ ഹൈന്ദവ വിശ്വാസികളുടെ ഒരു ആഗ്രഹം ആണ് ഇന്ന് സഫലമാകാൻ പോകുന്നത്. കഴിഞ്ഞ ഒരാഴ്ചയായി അയോധ്യയിൽ ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എല്ലാം തന്നെ സരയൂരിൽ നിന്ന് തുടങ്ങിയ അനുഷ്ഠാന ചടങ്ങുകളാണ്. അതിന്റെ ഓരോ ഭാഗങ്ങളായി പൂർത്തീകരിച്ച് ഇന്നലത്തോടുകൂടി അതിന്റെ ഒരു ഭാഗം പൂർത്തിയായിരിക്കുകയാണ്. ഇന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട, രാജ്യം കാത്തിരിക്കുന്ന, ഒരുപക്ഷെ ലോകം തന്നെ കാത്തിരിക്കുന്ന ആ മുഹൂർത്തം. 12:20 അനുഷ്ഠാന ചടങ്ങുകൾ ആരംഭിക്കുക. അതിൽ പ്രവേശനം വളരെ ചുരുക്കം ആളുകൾക്ക് മാത്രമാണ്. മുഖ്യ യജമാനായ നരേന്ദ്രമോദി, അദ്ദേഹം തന്നെയായിരിക്കും അതിനെ മുന്നിൽ നിന്ന് നയിക്കുക. RSS സർസംഘചാലക് പ്രധാന അതിഥിയായി എത്തും. ഗവർണർ ആനന്ദിബെൻ പട്ടേൽ മറ്റൊരു അതിഥി. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ആണ് മറ്റൊരു വ്യക്തി. ശ്രീരാമ ക്ഷേത്ര ട്രസ്റ്റിന്റെ പ്രസിഡന്റ് ഗോപാൽ ദാസ്, അദ്ദേഹമാണ് മറ്റൊരു അതിഥി. ഇത്രയും പേർക്ക് മാത്രമാണ് ഈ പ്രതിഷ്ഠാ ചടങ്ങിൽ അവിടെ ഒപ്പം ഉണ്ടാകാനുള്ള അനുവാദമുള്ളത്. ക്ഷണിക്കപ്പെട്ട 8000 അതിഥി. അതെ, അതിൽ നിന്ന് കേരളത്തിൽ നിന്നടക്കം PT ഉഷയെ പോലെയുള്ളവർ ഉണ്ട്. സന്യാസിപരന്മാർ 20 പ്രമുഖർ കേരളത്തിൽ നിന്ന് ക്ഷണിക്കപ്പെട്ടവരായി ഉണ്ട്. 22 സ്വാമിമാരുടെ സംഘവും അവിടെയുണ്ട്. അങ്ങനെ 8000 പേർ ക്ഷണിച്ചിരിക്കുന്നു. ഒരു നമ്മുടെ രാജ്യത്തിന്റെ ഒരു പരിച്ഛേദം തന്നെ. വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള, പല ഇടങ്ങളിൽ അവരുടേതായ കഴിവ് തെളിയിച്ചിട്ടുള്ള, രാജ്യത്തിന്റെ അഭിമാനം ഉയർത്തിയ ആളുകൾ, കലാരംഗത്താകട്ടെ, കായിക രംഗത്താകട്ടെ, സിനിമയിലാകട്ടെ, അങ്ങനെ രാജ്യത്തിന്റെ ഒരു പ്രതിരൂപം തന്നെ നമുക്ക് ഇന്ന് അവിടെ കാണാൻ കഴിയും. ഈ 8000 പേരിൽ A ക്ലാസ് ഗസ്റ്റുകളായിട്ടുള്ളത് 506 പേരാണ്. A ക്ലാസ് ഗസ്റ്റുകൾ. അവർക്കായിരിക്കും ഈ വേദിയിൽ മുന്നിലായുള്ള ഇരിപ്പിടങ്ങൾ അടക്കമാണ് ക്രമീകരിച്ചിട്ടുള്ളത്. രേണു സൂചിപ്പിച്ചതുപോലെ സാംസ്കാരിക രംഗത്ത് നിന്ന്, സാമൂഹിക മേഖലയിൽ നിന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന്, ശാസ്ത്ര സാങ്കേതിക രംഗത്ത് നിന്ന് അയോധ്യയിൽ നിന്നുള്ള ദൃശ്യങ്ങൾ വന്നു തുടങ്ങിയിരിക്കുന്നു. രഞ്ജിത്ത് രാമചന്ദ്രനും പ്രശാന്തും അവിടെ റെഡിയായിരിക്കുന്നു. രഞ്ജിത്ത്, വെരി ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ചരിത്രത്തിന്റെ ഭാഗമാവുകയാണ് അയോധ്യയിൽ നിന്ന്. ഇത് റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെ രഞ്ജിത്തും ചരിത്രത്തിന്റെ ഭാഗമാകുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ചരിത്ര നിമിഷത്തിന് നേരിട്ട് സാക്ഷിയാകാൻ പോവുകയാണ്. ഇന്നലെ മുതൽ
അവിടെ ഉത്സവ പ്രതീതി ഇന്നലെ മുതലൊന്നല്ല, കഴിഞ്ഞ ദിവസങ്ങളിൽ ഒക്കെയും ഉത്സവ പ്രതീതിയായിരുന്നു അയോധ്യയിൽ. എന്താണ് ഈ പുണ്യദിനം എന്ന് അവർ പ്രതീക്ഷിക്കുന്ന കരുതുന്ന ദിനത്തിലെ രാവിലത്തെ കാഴ്ചകൾ അവിടെ? തീർച്ചയായും രേണുക, ഒപ്പം KP അഭിലാഷ്, പുണ്യനിമിഷത്തിന് സാക്ഷിയാവുകയാണ് ഞാനും നമ്മുടെ ക്യാമറമാൻ പ്രശാന്ത് മംഗലശ്ശേരിയും. കഴിഞ്ഞ 6-7 ദിവസങ്ങളായി ഇവിടെ നടന്നു വരുന്ന വലിയ ഉത്സവ ലഹരിയുടെ അതിന്റെ പാരമ്യത്തിലെത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മറ്റൊന്നുമല്ല, മാധ്യമപ്രവർത്തകർക്ക് സുഖകരമായ കാര്യമല്ല. ഞങ്ങൾ അല്പം അകത്ത് സൗകര്യപ്രദമായി നിൽക്കുകയായിരുന്നു. അവിടെ നിന്ന് നമ്മളെയും ഒഴിപ്പിക്കുകയാണ്. പൂർണ്ണമായുള്ള സെക്യൂരിറ്റി സംവിധാനത്തിലേക്ക് അയോധ്യ പോകുന്നു. ഞങ്ങളെ പൂർണ്ണമായും ക്ഷേത്രത്തിന്റെ ആ പരിസരത്ത് നിന്ന് തന്നെ മാറ്റാനുള്ളൊരു സംവിധാനമാണ്. പക്ഷേ ഇവിടുന്ന് 1.5 കിലോമീറ്റർ അകലെയുള്ള മീഡിയ സെന്ററിലേക്ക് ഞങ്ങളെ ഒരുപക്ഷെ അവിടെ ആയിരിക്കും നമുക്ക് സ്ഥലം തരിക. ഈ വാഹന സംവിധാനങ്ങളൊന്നുമില്ല. ക്ഷണിക്കപ്പെട്ട താൽക്കാലിക അതിഥികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. അവർ അമ്പലത്തിനുള്ളിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ പറഞ്ഞതുപോലെ 7000-ഓളം അതിഥികളെയാണ് ഇവിടെ പ്രതീക്ഷിക്കുന്നത്. അവരിൽ പല ആളുകളും രാവിലെ മുതൽ തന്നെ ക്ഷേത്രത്തിനുള്ളിൽ അവർക്കായി പ്രത്യേകമായി തയ്യാറാക്കിയ ഇരിപ്പിടത്തിലേക്ക് കടക്കുന്ന ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം. ഇവരൊക്കെ പാസ് ലഭിച്ച് ഇങ്ങോട്ടേക്ക് വരുന്ന ആളുകളാണ്. അവരുടെ ദൃശ്യങ്ങളിലേക്ക് പോകാം. പക്ഷെ നമ്മുടെ ഒരു തൽക്കാലത്തെ ഒരു പരിമിതി ഈ ഇവിടെ നിന്ന് പോലും ഒരുപക്ഷെ പോലീസ് നമ്മളെ പൂർണ്ണമായും ഒഴിപ്പിച്ചേക്കാം എന്നുള്ളതാണ്. അങ്ങനെ ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ പ്രശാന്ത് കാണിക്കുന്ന ആ ദൃശ്യങ്ങളിൽ വളരെ കൃത്യമായി തന്നെ അത് കാണാം എന്ന് കരുതുന്നു. ആളുകളെ ഇപ്പോൾ ക്ഷണിക്കപ്പെട്ട അതിഥികളെ ഇപ്പോൾ അകത്തേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. മറ്റ് അതിഥികൾ പല മേഖലകളിൽ നിന്ന് ഈ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഗ്രീൻ കോറിഡോർ വഴി അതിഥികളൊക്കെ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ ഇത് കാണാം. ഇവർക്ക് ലക്നൌവിൽ നിന്ന് ഈ അയോധ്യയിലേക്ക് പ്രത്യേക കോറിഡോർ ഉണ്ട്. ആ കോറിഡോർ വഴിയാണ് ഇപ്പോൾ അതിഥികളെ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അവരിപ്പോൾ അകത്തേക്ക് കയറുകയാണ്. ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ നമുക്ക് അല്പസമയത്തേക്ക് കൂടി മാത്രമേ കാണിക്കാൻ സാധിക്കൂ. നമ്മളെ ഇവിടെ നിന്ന് മാറ്റും. കാരണം അത്രത്തോളം ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങളാണ് അയോധ്യയും പരിസരവും എന്നുള്ളതാണ്. പ്രധാനമന്ത്രി 10:25 ഇവിടേക്ക് എത്തുക എന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നു. 10:25 പ്രധാനമന്ത്രി എത്തും. അതിനുശേഷം അദ്ദേഹം അയോധ്യ വിമാനത്താവളത്തിലെത്തും. അതിനുശേഷം അദ്ദേഹം അയോധ്യയിലെ ഹെലിപാഡ്, ഇവിടെ നിന്ന് 1 കിലോമീറ്റർ അകലെയുള്ള ഹെലിപാഡിലെത്തും. അവിടെ നിന്നാണ് അദ്ദേഹം ഇങ്ങോട്ടേക്ക് വരിക. ഒരു 11 മുതൽ 12 വരെയുള്ള അദ്ദേഹത്തിന്റെ സമയം അത് പ്രധാനമാണ്, റിസർവ് ആക്കി വെച്ചിരിക്കുകയാണ്. അതൊരു പക്ഷേ സരയൂ നദിയിൽ അദ്ദേഹം പോയി സ്നാനം നടത്തുമോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഒപ്പം കാൽനടയായി അയോധ്യയിലേക്ക് വരുമോ എന്ന കാര്യവും വ്യക്തമല്ല. ആ റിസർവ് എന്ന 1 മണിക്കൂർ വളരെ പ്രധാനമായി മാറുന്ന ഒരു പശ്ചാത്തലം ഈ ഘട്ടത്തിൽ ഒരുങ്ങുകയാണ്. മാധ്യമപ്രവർത്തകരെ മുഴുവൻ നമ്മൾ ഇവിടെ നിന്ന് മാറ്റിയാണ്. ആ ദൃശ്യങ്ങളിലേക്ക് കൂടി ഒന്ന് പോകണം. നമ്മളെ പൂർണ്ണമായി ഇവിടുന്ന് ഒഴിവാക്കിയാണ് ഇപ്പോൾ പോലീസിന്റെ സംവിധാനം ഒരുങ്ങിയിരിക്കുന്നത്. അങ്ങനെ റിസർവ് സമയത്ത് പ്രധാനമന്ത്രിയുടെ ചടങ്ങ്, പ്രധാനമന്ത്രി എന്താകും ചെയ്യുക എന്നുള്ളത് കാത്തിരുന്നു കാണണം. അത് ഏറെ നിർണായകമാണ്. ഒരു പക്ഷേ നേരത്തെ പറഞ്ഞ സരയൂ നദിയിൽ എത്തുകയും അദ്ദേഹം കാൽനടയായി ഇങ്ങോട്ടേക്ക് എത്തുകയും ഒക്കെ ചെയ്തേക്കാം എന്നുള്ള വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നത്. അങ്ങനെ മറ്റ് വിശിഷ്ടാതിഥികളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. 11 മണിക്ക് മുൻപ് വിശിഷ്ടാതിഥികളായി ക്ഷണിക്കപ്പെട്ടവരെല്ലാം ഇവിടെ ഈ അവർക്കായി ഒരുക്കിയിരിക്കുന്ന ചെയറുകളിൽ, പ്രത്യേക വേദിയിലെ ചെയറുകളിൽ ഇരിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 12 മണിക്ക് നമുക്കറിയാം 11 ദിവസം കഠിന വ്രതം അനുഷ്ഠിച്ചാണ് നരേന്ദ്രമോദി ഇങ്ങോട്ടേക്ക് എത്തുന്നത് എന്നുള്ള കാര്യവും നമുക്കറിയാം. അതൊക്കെ വലിയ വാർത്തയായിരുന്നു. അതിനുശേഷമാണ് അദ്ദേഹം നരേന്ദ്രമോദി ഇവിടേക്ക് എത്തുക എന്നുള്ളതാണ്. അദ്ദേഹം നമുക്കറിയാം BJP അധ്യക്ഷൻ, BJPയുടെ അമിത്ഷാ അടക്കമുള്ള ആളുകളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷമാണ് പ്രധാനമന്ത്രി ഇങ്ങോട്ടേക്ക് എത്തുന്നത്. പ്രധാനമന്ത്രിക്കൊപ്പം നേരത്തെ രേണുക പറഞ്ഞതുപോലെ വിശിഷ്ട വ്യക്തികൾക്ക് അകത്തേക്ക് ക്ഷണമുണ്ട്. അകത്തേക്ക് ഈ പറഞ്ഞതുപോലെ 4-5 പേർക്ക് മാത്രമാണ് അവിടേക്ക് അകത്തേക്ക് കടക്കാനുള്ള പ്രവേശനം, ശ്രീകോവിലിനുള്ളിൽ പ്രവേശനം ഉണ്ടാവുക. രാവിലെ 11:30 താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ ആരംഭിക്കും എന്നാണ്. 11:30 മണിക്കാണ് താന്ത്രിക വിധിപ്രകാരമുള്ള ചടങ്ങുകൾ ആരംഭിക്കുക. അതിനുശേഷം 12:20 പ്രാൺ പ്രതിഷ്ഠ ഇപ്പോൾ നിശ്ചയിച്ചിരിക്കുന്നത്. 12:20 പ്രാൺ പ്രതിഷ്ഠ ഉണ്ടാകും. മുഖ്യ യജമാനൻ കൂടിയായ നരേന്ദ്രമോദിയാണ് നേതൃത്വം നൽകുന്നത്. അദ്ദേഹം കാശിയിലെ പുരോഹിതൻ ലക്ഷ്മികാന്ത് ദീക്ഷിതിന്റെ നേതൃത്വത്തിൽ നടന്ന അനുഷ്ഠാന ചടങ്ങുകളാണ് ഇന്നലെ അത് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. വിവിധ പുണ്യതീർത്ഥങ്ങളിൽ നിന്നുള്ള 114 കലശങ്ങളിലൂടെയുള്ള ജലം ഉപയോഗിച്ച് അഭിഷേകം നടന്നു. ഇന്നലെ ശയ്യാധിവാസത്തിൽ കിടത്തിയ വിഗ്രഹത്തെ ഉണർത്താനുള്ള ജാഗരണ അധിവാസം അത് പുലർച്ചെ ശയ്യാധിവാസിയാണ്. അവിടെ നിന്ന് ഭഗവാന്റെ ഈ പറഞ്ഞതുപോലെയുള്ള മന്ത്രോച്ചാരണങ്ങളോടുകൂടി ഭഗവാനെ സന്നിവേശിപ്പിക്കുന്ന ജാഗരണ അധിവാസം അത് ആരംഭിച്ചു. മൈസൂരുവിലെ ശില്പി
അരുൺ യോഗിരാജാണ്. നമുക്കറിയാവുന്നതുപോലെ 51 ഇഞ്ച് വിഗ്രഹം, തീർത്ത 51 ഇഞ്ച് വിഗ്രഹമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. 5 വയസ്സുള്ള ബാലനായ രാമന്റെ വിഗ്രഹമാണ് ഇത്. ഇതോടൊപ്പം താൽക്കാലിക ക്ഷേത്രത്തിൽ ആരാധിച്ചിരുന്ന രാംലല്ല വിഗ്രഹമടക്കം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. നാളെ മുതലാണ് പൊതുജനങ്ങൾക്ക് ദർശനം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. അങ്ങനെ പോലീസിന്റെ വലിയ നിയന്ത്രണങ്ങളാണ്. വലിയ നിയന്ത്രണങ്ങൾ മാധ്യമപ്രവർത്തകരെ പോലും നിയന്ത്രിക്കുന്നു. മറ്റിവിടെ നിൽക്കാൻ പറ്റില്ല, കാരണം ക്ഷണിക്കപ്പെട്ട അതിഥികൾക്ക് മാത്രമാണ്. രഞ്ജിത്ത് പറയുന്നതനുസരിച്ചാണെങ്കിൽ ക്ഷണിക്കപ്പെട്ട അതിഥികളെല്ലാം വന്നു തുടങ്ങി. അതായത് ഇപ്പോൾ സമയം 7:30 ആയിട്ടുള്ളൂ. ഇനി 4 മണിക്കൂറിൽ അധികമുണ്ട് ഈ പ്രാൺ പ്രതിഷ്ഠാ ചടങ്ങ് ആരംഭിക്കാൻ. ഇന്നലെ മുതൽ തന്നെ അതിഥികളുടെ വരവ് ആരംഭിച്ചു. രജനീകാന്തും മറ്റ് സിനിമാ താരങ്ങളും ഉൾപ്പെടെയുള്ളവർ, കങ്കണ റണൌട്ട് അവിടെ എത്തി ക്ഷേത്രം വൃത്തിയാക്കി, ദർഗയിൽ പോയി അവിടെ വൃത്തിയാക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ അതിഥികൾ എത്തി തുടങ്ങിയിരുന്നു. മാത്രമല്ല ഈ ഇന്നലെ മുതൽ കർശനമായ നിയന്ത്രണങ്ങൾ ആണ് അയോധ്യയിലും പരിസര പ്രദേശത്തും. പ്രത്യേകിച്ച് പ്രധാനമന്ത്രി തന്നെ ആഹ്വാനം ചെയ്തിരുന്നു, ദയവായി ആരും അവിടേക്ക് വരരുത്, അവിടെ വലിയ തിരക്കാണ് അനുഭവപ്പെടുക എന്ന്. പക്ഷേ ഇന്നലെ രാവിലെ മുതൽ രഞ്ജിത്ത് നൽകുന്ന വാർത്തകളിൽ ശരിക്കും പറഞ്ഞാൽ ഈ മണൽത്തരി പോലെ എന്ന് തന്നെ പറയാവുന്ന തരത്തിൽ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന്, ലോകത്തിന്റെ പല കോണുകളിൽ നിന്ന് രേണുക അവർ പറഞ്ഞതിൽ ഒരു പ്രധാനപ്പെട്ട ഇന്നലത്തെ ഈ പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ അവരെല്ലാം പറയുന്നത് ഈ ചടങ്ങ് കാണാനൊന്നും ഞങ്ങൾക്ക് സാധിക്കില്ല, ക്ഷേത്ര പരിസരത്തേക്ക് എത്താൻ സാധിക്കില്ല. പക്ഷേ ഇങ്ങനെയൊരു പ്രാൺ പ്രതിഷ്ഠ ചടങ്ങ് നടക്കുമ്പോൾ ഞങ്ങൾ ഈ അയോധ്യയുടെ ഭൂമിയിൽ ഉണ്ട് എങ്കിൽ തന്നെ അത് ഞങ്ങൾക്ക് ലഭിക്കുന്ന പുണ്യമാണ് എന്ന് ഏതാണ്ട് ഒരേ സ്വരത്തിൽ, അവർക്ക് പല ഭാഷയായിരുന്നു എങ്കിൽ പോലും എല്ലാവരുടെയും അഭിപ്രായം ഒന്നായിരുന്നു. എല്ലാവരുടെയും ചുണ്ടുകളിൽ ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടെ നിന്നുമുള്ള തത്സമയ ദൃശ്യങ്ങളാണ്. ഇതിന്റെ ആഘോഷം ജനങ്ങളിൽ കാണാം, ഒരുക്കങ്ങൾ കാണാം, ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു, പ്രവേശനമുള്ള അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. पल पल में युग युग में हर क्षण में राम, हर तन में हर मन में कण कण में राम. पल पल में युग युग में हर क्षण में राम, हर तन में हर मन में कण कण में राम. राम सिया राम किया विश्व कल्याण बोलो, राम सिया राम राम सिया राम किया विश्व कल्याण बोलो, राम सिया राम. जिसके लिए मन में करना जिसके हाथ में है, जीते भी मरते भी काम काज करते भी, सुख में दुख में हर एक मुख में कर जाएगी नाम. पल पल में युग युग में हर क्षण में राम, हर तन में हर मन में कण कण में राम. पल पल में युग युग में हर क्षण में राम, हर तन में हर मन में कण कण में राम. राम सिया राम किया ക്ഷണിക്കപ്പെട്ട അതിഥികൾ ഓരോരുത്തരായി വന്നു തുടങ്ങുന്നു. നമ്മുടെ ദൃശ്യങ്ങളിൽ അമിതാഭ് ബച്ചൻ ഉൾപ്പെടെയുള്ളവരെയാണ് കാണാൻ സാധിച്ചത്. വീണ്ടും ഈ രഞ്ജിത്തിലേക്ക് പോകുമ്പോൾ എനിക്കൊരു സംശയം എന്താണെന്ന് അറിയോ രേണു, ഇന്നലെ രഞ്ജിത്ത് കേൾക്കാമെങ്കിൽ ഇന്നലെ രഞ്ജിത്ത് അവിടെ നിന്ന് തനി കേരള വസ്ത്രത്തിലാണ് എല്ലാം റിപ്പോർട്ട് ചെയ്തത്, മുണ്ടൊക്കെ ഉടുത്ത് ആയിരുന്നു റിപ്പോർട്ടിങ്. പക്ഷെ ഇന്നത് മാറി, ഇന്നലെ കാലാവസ്ഥ അനുകൂലമായിരുന്നു എന്നാണ് രഞ്ജിത്ത് പറഞ്ഞത്. ഇന്ന് വീണ്ടും ജാക്കറ്റ് ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് അവിടുത്തെ ഒരു കാലാവസ്ഥ, ഇപ്പോഴത്തെ സാഹചര്യം? അഭിലാഷ്, ഞാനിവിടെ ഒരു 10 ദിവസത്തോളമായി വന്നിട്ട് 10 ദിവസത്തിനുള്ളിൽ ആദ്യമായി ഒരു വെയിൽ കണ്ട ദിവസം ഇന്നലെയാണ്. ഇന്നലെ അതിനുശേഷം വൈകുന്നേരം വരെ 7 മണി വരെയൊക്കെ സുഖകരമായ കാലാവസ്ഥയായിരുന്നു. നമ്മുടെ നാട്ടിലെ പോലെ അല്ല എങ്കിൽ പോലും ഒരു ചെറിയ തണുപ്പും ഒരു കാറ്റും ഒക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സഹിക്കാവുന്ന ഒരു കാലാവസ്ഥ. അതുകൊണ്ടാണ് ഈ കോട്ടൊന്ന് മാറ്റിയിട്ട് ആശ്വാസകരമായിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു ഷർട്ടും ഒരു മുണ്ടും ഒക്കെ ഉടുത്ത് ഇവിടെ എത്തിയത്.
അത് നമുക്കും ഒരു സൗകര്യപ്രദമായ ഒരു വേഷമായിരുന്നു, ഒരു എന്താണ് ഒരു കംഫർട്ടായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ അതിനുള്ള സാഹചര്യമില്ല. രാവിലെ കൊടിയ തണുപ്പാണ്. രാവിലെ നമ്മൾ 6:30 ഇവിടെ എത്തിയപ്പോൾ തന്നെ നമുക്ക് കൈയും കാലും ഒക്കെ വിറച്ചാണ് എത്തിയത്. പക്ഷെ ഒരു കോട്ട് മാത്രം, ഇന്നലെയൊക്കെ 2 കോട്ടാണ് ഞാൻ ഉപയോഗിച്ചത്. ഇന്ന് തൽക്കാലം ഒരു കോട്ട് ഇട്ട് നിൽക്കുന്നു. പക്ഷെ ഇപ്പം മാറുമ്പോൾ സാഹചര്യം മാറുമ്പോൾ സമയം അങ്ങോട്ട് പോകുമ്പോൾ കുറച്ചൊരു വ്യത്യാസം തോന്നുന്നുണ്ട്. തണുപ്പൊക്കെ കാര്യമായിട്ട് കുറയുന്നുണ്ട്. അതെ, ഈ ദൃശ്യങ്ങളിലും കാഴ്ചാപരിധിയൊന്നും കുറഞ്ഞതായി ദൃശ്യങ്ങളിലില്ല. എന്തായാലും പ്രശാന്ത് കവർ ചെയ്യുന്ന ദൃശ്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. മഞ്ഞിന്റെ പ്രശ്നമില്ല. അതാണ് ഇല്ല, ഇന്നിപ്പോൾ മഞ്ഞ് വീഴ്ചയില്ല, തണുപ്പിന്റെ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പൊ കുറച്ചുകൂടെ കഴിയുമ്പോൾ മുണ്ടൊക്കെ ഒന്ന് എടുക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം കാലാവസ്ഥ ഒന്നും വ്യത്യാസം വന്നു കഴിഞ്ഞാൽ മുണ്ടൊക്കെ എടുത്ത് റിപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. ഏതായാലും അയോധ്യ അതിന്റെ പൂർണ്ണ അർത്ഥത്തിൽ തയ്യാറെടുത്തിരിക്കുകയാണ്. വിശിഷ്ട അതിഥികൾ ഇപ്പോൾ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അയോധ്യ നഗരത്തിൽ 13,000-ഓളം പോലീസ് സേനാംഗങ്ങളാണ്. ബോംബ് സ്ക്വാഡുകൾ, ഡോഗ് സ്ക്വാഡുകൾ, ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി, സംസ്ഥാന ദുരന്ത നിവാരണ സേന നിർമ്മിത ബുദ്ധിയുടെ സഹായം അടക്കം തേടിയിട്ടുണ്ട്. പ്രധാനമന്ത്രിയെ കൂടാതെ മതരാഷ്ട്രീയ ചരിത്ര സാംസ്കാരിക രംഗത്തെ പ്രമുഖരുണ്ട്. അവരൊക്കെ നേരത്തെ പറഞ്ഞ അമിതാഭ് ബച്ചൻ അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തിക്കഴിഞ്ഞു. നൈറ്റ് വിഷൻ ക്യാമറ അടക്കമുള്ള ഉപയോഗിച്ചാണ് അയോധ്യയിലെ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തീകരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ നിന്നും തൊട്ടടുത്ത് ഈ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്ത് നിന്നും നമ്മൾ അവിടെ മാറ്റി അവരെ ഈ സമീപത്ത് നിൽക്കുന്ന ആളുകളെ പോലും ഇവിടെ നിന്ന് അവർ ഒഴിവാക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. ഇത്തരത്തിലാണ് ഇവിടുത്തെ കാര്യങ്ങൾ. പൂർണ്ണമായും പോലീസ് കാര്യങ്ങൾ നിയന്ത്രിക്കുന്നു. കാരണം പ്രധാനമന്ത്രിക്ക് പഴുതടച്ച സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തേണ്ട പശ്ചാത്തലമുണ്ട്. അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അതിന്റെ രീതിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്നും അങ്ങോട്ടേക്ക് ഒരു തരത്തിലും അടുക്കാൻ പറ്റുന്നില്ല. മാധ്യമപ്രവർത്തകരെ പോലും ഇത്തരത്തിൽ നിയന്ത്രിക്കുക എന്ന് പറയുമ്പോൾ എത്രത്തോളം ഗൗരവത്തോടെയാണ് ഈ സെക്യൂരിറ്റി സംവിധാനത്തെ ഇവിടുത്തെ പോലീസും കേന്ദ്ര സംസ്ഥാന